بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم: لا يتمنين أحدكم الموت لضر أصابه، فإن كان لا بد فاعلا فليقل: اللهم أحيني ما كانت الحياة خيرا لي، وتوفني إذا كانت الوفاة خيرا لي. متفق عليه. الحديث أنس رضي الله عنه ഉദ്ധരിക്കുന്ന ഹദീസാണ്. സഹാബി പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലാ യതമന്നയന്ന അഹദുക്കും അൽ മൗത ലിദുർരിൻ അസാബഹു. നിങ്ങളിൽ ആരും അവന് വന്നു ഭവിച്ച പ്രയാസത്തിന്റെ പേരിൽ മരണത്തെ ആഗ്രഹിക്കരുത്. ഫഇൻ കാന ലാ ബുദ്ദ ഫാഇലൻ. ഇനി അങ്ങനെ ചെയ്യാൻ അത്യാവശ്യമാണെങ്കിൽ, വേറെ നിവൃത്തിയില്ലാത്തൊരവസ്ഥ, എല്ലാവർക്കും ഇതിനെ കൊണ്ട് പ്രയാസം, എല്ലാവർക്കും പ്രയാസം, ലോകത്തിന്റെ എന്തെങ്കിലും അവസാന ഘട്ടത്തിൽ പ്രയാസത്തിന് അങ്ങനെ അറ്റമെത്തിയാൽ അവൻ പറയണം, ദുആ ചെയ്യണം: അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി. അല്ലാഹുവേ, എനിക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണം. വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി. അല്ലാഹുവേ, എനിക്ക് മരണമാണ് ഖൈറെങ്കിൽ എന്നെ നീ മരിപ്പിക്കണം. അങ്ങനെ ദുആ ചെയ്യാം. അല്ലാതെ അല്ലാഹു എന്നെ നീ മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മരണത്തെ ആഗ്രഹിക്കാനും പാടില്ല. എന്തെങ്കിലും പ്രയാസം വന്നതിന്റെ പേര്, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നതിന്റെ പേര് മരണത്തെ ആഗ്രഹിക്കാനും പാടില്ല, അതിനുവേണ്ടി ദുആ ചെയ്യാനും പാടില്ല. അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ അല്ലാഹുവേ, എനിക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കും, എനിക്ക് മരണമാണ് ഖൈറെങ്കിൽ എന്നെ നീ മരിപ്പിക്കുക എന്ന് ദുആ ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അടുത്ത ഹദീസ് وعن أبي عبد الله خباب بن أرد رضي الله عنه قال: شكونا إلى رسول الله صلى الله عليه وسلم وهو متوسد بردة له في ظل الكعبة. ഞങ്ങൾ ഖബ്ബാബ് ബിൻ അറദ് റളിയല്ലാഹു അൻഹു പറയാം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു ചെറിയ പരാതിയുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ തണലിൽ അദ്ദേഹത്തിന്റെ ഒരു വസ്ത്രം എടുത്തു വെച്ചിട്ട് അവിടെ ചാരി ഇരിക്കുകയായിരുന്നു. നമ്മൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ ലനാ. പ്രവാചകരെ, താങ്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? നമുക്ക് വേണ്ടി അല്ലാഹുവിനോട് സഹായം ചോദിക്കുന്നില്ലേ? ഖബ്ബാബ് ബിൻ അറദ് റളിയല്ലാഹു അൻഹു സഹാബാക്കളിൽ അങ്ങേയറ്റം പ്രയാസം അനുഭവിച്ച സഹാബിയാണ്. വലിയ രീതിയിൽ പീഡനം അനുഭവിച്ച സഹാബിയാണ്. ബിലാൽ ബിൻ റബാഹിനെ പോലെ, അമ്മാർ ബിൻ യാസിറിനെ പോലെ അടിമയായിരുന്നു. കൊടും ക്രൂരത അനുഭവിച്ച സഹാബിയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് എല്ലാവരും സുഖത്തിലായി, എല്ലാവരും സുഖത്തിലും സന്തോഷത്തിലും ജീവിക്കുന്ന കാലം. ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് പഴയകാല ചരിത്രങ്ങളൊന്നും പറഞ്ഞ ഈ സമുദായം, ഈ ചെറിയ പ്രായക്കാരെന്ന് കേൾക്കട്ടെ, ഏത് രീതിയിലാണ്, എത്ര പ്രയാസത്തിലാണ് റസൂലും സഹാബാക്കളും ജീവിച്ചത്. ഖബ്ബാബ് ബിൻ അറദ് റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞില്ല, തിരിച്ച് മറുപടി പറഞ്ഞില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ വസ്ത്രം ഒന്ന് പൊക്കി കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ പുറംഭാഗം അതിൽ വലിയ വലിയ എല്ല് കാണുന്ന രീതിയിൽ ദ്വാരങ്ങൾ ഉണ്ടായിരുന്നു. ആ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട സഹാബിയാണ്. ആ സഹാബി ഒന്ന് ചോദിക്കാൻ റസൂലിനോട്, അല്ലാഹുവിന്റെ റസൂലെ, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ല, അല്ലാഹുവിനോട് സഹായം ചോദിക്കുന്നില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി: قد كان من قبلكم يؤخذ الرجل فيحفر له في الارض حفرة ويجعل فيها. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമുദായക്കാർ, അവരിൽ ഒരാളെ പിടിക്കും ശത്രുക്കൾ, എന്നിട്ട് അവന് വേണ്ടി ഒരു കുഴിയെടുക്കും ഭൂമിയിൽ, ആ കുഴിയിൽ അവനെ കുഴിച്ചിടും, തല പുറത്താക്കി. ثم يؤتى بالمنشار فيوضع على رأسه. എന്നിട്ട് ഈർച്ച വാളിൽ കൊണ്ടുവന്ന് അവന്റെ തലഭാഗത്ത് വെക്കും. ويجعل نصفين. അങ്ങനെ തലഭാഗത്തിൽ മുറിച്ചിട്ട് രണ്ട് കഷ്ണങ്ങളാക്കി പിളർത്തിയിടും. ويمشط بأمشاط الحديد. ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട്, ഇരുമ്പിന്റെ കമ്പികൾ കൊണ്ട് വാടിക്കൊടുക്കും. മാദൂന ലഹ്മിഹി വഅദ്മിഹി. അവന്റെ എല്ലിൽ നിന്നും ഇറച്ചികൾ വലിച്ച് മാന്തിയെടുക്കുന്ന രൂപത്തിൽ എല്ലിന്റെ കമ്പികൾ കൊണ്ടല്ല, ഇരുമ്പിന്റെ കമ്പികൾ കൊണ്ട് വലിച്ചെടുക്കുമായിരുന്നു ഇറച്ചി. മായസുദ്ദുഹുദാദി കാന്തീനി. ഇതൊന്നും അവരുടെ ദീനിൽ നിന്നും ഒരടി പോലും പിന്നോട്ട് നയിച്ചു. അത്രയും അവർ ഉറച്ചു നിന്നു. ആ രീതിയിൽ അവർ പരീക്ഷിക്കപ്പെട്ടിട്ട് അവർക്കൊന്നും ദീനിലൊരു ചാഞ്ചാട്ടുണ്ടായിട്ടില്ല. അവർ ഉറച്ചു നിന്നു. വല്ലാഹി, റസൂൽ പറയുന്നു, അല്ലാഹുവാണ് സത്യം, ലയതിമ്മന്നല്ലാഹു ഹാദൽ അംറ. ഈ ദീനിനെ അല്ലാഹു പൂർത്തീകരിക്കും. ഹത്താ യസീറ الراكب من صنعاء الى حضرموت لا يخاف الا الله والذئب على غنمه ولكنكم تستعجلون. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തിന്റെ വാക്ക് പറയാം. അല്ലാഹുവാണ് സത്യം, അല്ലാഹു ഈ ദീനിനെ പൂർത്തീകരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരാൾ സനആയിൽ നിന്നും ഹദ്റമൗത്തിലേക്ക് യാത്ര ചെയ്യും ഒറ്റക്ക്. അവൻ ആരെയും പേടിക്കൂല, ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ വേറെ ആരും പേടിക്കാത്ത രീതിയിലുള്ള യാത്ര. ആ രീതിയിൽ അല്ലാഹു മുസ്ലിങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. ആ രീതിയിൽ സഹായം ലഭിക്കും. ഒരു ശത്രുവിനും പേടിക്കാത്ത അവസ്ഥയിൽ നമുക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാം സനആയിൽ നിന്നും ഹദ്റമൗത്തിലേക്ക്. അത്രയും ദൂരം അല്ലാഹുവിനെ പേടിക്കാം. അതുപോലെ തന്നെ ആട്ടിന്റെ വിഷയത്തിൽ ചെന്നായികളെയും പേടിക്കാം. അതല്ലാതെ മറ്റൊരു സമൂഹത്തെയോ മറ്റൊരു ശത്രുക്കളെയോ ഒരാളെയും പേടിക്കാത്ത രീതിയിൽ അവന് സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ അല്ലാഹു ഈ ദീനിനെ പൂർത്തീകരിക്കും. വലാകിന്നകും തസ്തഅജിലൂൻ. പക്ഷെ നിങ്ങൾ ധൃതി കൂട്ടുകയാണ്. അതാണ് നമ്മുടെ ഈ ഭാഗമായിട്ടുള്ള ബന്ധം. ഒന്നും ധൃതി കൂട്ടാം. അല്ലാഹുവിനൊന്നും ധൃതിയില്ല. അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ ഹിക്മത്തിലൂടെ നിങ്ങളെ പരീക്ഷിച്ച് ആരാണ് ക്ഷമ കാണിക്കാതെ ധൃതി കാണിക്കുന്നത്, ആരാണ് തെറ്റി തിരിച്ചു പോകുന്നത്, അതൊക്കെ പരീക്ഷിക്കണം. അല്ലാഹുവിനൊന്നും ധൃതിയില്ല. വലാകിന്നകും തസ്തഅജിലൂൻ. നിങ്ങളാണ് ധൃതി കാണിക്കുന്നത്. ആരോട് പറയുന്നത്? റസൂലുള്ളാഹി അലൈഹി വസല്ലം അത്രയും കൊടും പീഡനം അനുഭവിച്ച സഹാബാക്കളാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്. അതൊന്നും ധൃതി കാണിക്കാം. അവിടെ ക്ഷമിക്കുക. എല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം പകർത്തും. അതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്.
വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.